ഓക്കെ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇത് ലാലേട്ടൻ്റെ മാത്രമല്ല, ഇത് മലയാള സിനിമയ്ക്ക് മൊത്തം, ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്വന്തം എന്ന് നമ്മൾ അത്രയും അവകാശത്തോടെ ചേർത്ത് നിർത്തി പറയുന്ന വളരെ കുറച്ച് പേരുകളിൽ ഒന്നാണ് ലാലേട്ടൻ്റെ. അപ്പോൾ ലാലേട്ടൻ്റെ ഈ അംഗീകാരം അർഹതപ്പെട്ടതാണ് എന്ന് ഞാനൊന്നും അത് പറയാനുള്ള ഒരു ഇതുപോലെ എനിക്കില്ല. അത്രയും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ സ്വന്തമാണ് ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടനെ തേടി ഇത്രയും വലിയ ഒരു അംഗീകാരം രാജ്യം സമ്മാനിച്ചത് ഏതൊരു മലയാളിയെയും പോലെ, സിനിമയെ സ്നേഹിക്കുന്ന ഏതൊരു പ്രേക്ഷകനെയും പോലെ ഞാനും അങ്ങേയറ്റം ആത്മാർത്ഥമായി സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. താങ്ക് യു. അത് ഇന്ത്യയിലെ തന്നെ ചലച്ചിത്ര മേഖലയിൽ ഏറ്റവും പ്രധാനമായ ബഹുമതികളൊന്നാണ്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു കോൺടാക്ട് ഫീച്ചർ ഫിലിം ചെയ്തിട്ടുള്ള ആൾ ഹരിചന്ദ്ര എന്ന് പറയുന്ന സിനിമ ചെയ്ത ഒരാളുടെ പേരിലുള്ള ഫാൽക്കെ പുരസ്കാരം പറയുന്നത്. അത് നമ്മൾ മലയാളികൾക്ക് കൂടുതലായിട്ട് അതിനെ അഭിമാനിക്കാവുന്ന ഒരു വലിയ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ നാട്ടിലേക്ക് വരിക വഴി ഉണ്ടായിട്ടുള്ളത് വലിയ അച്ചീവ്മെന്റ് തന്നെയാണത്. മലയാള സിനിമ മൊത്തത്തിൽ ഉടക്കിയ തരത്തിലുള്ള എല്ലാ ഇൻഡസ്ട്രികളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ വാണിജ്യപരമായിട്ടുള്ള സ്കെയില് വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലത്തിൽ അതിങ്ങനെ ഈ വ്യാവസായികമായി മാത്രമല്ല കലാപരമായിട്ടുള്ള ഔന്നത്യം കാണിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ് ലാലേട്ടൻ എന്ന ഈ പുരസ്കാരം. പിന്നെ ലാലേട്ടനെ പോലുള്ള ആളുകൾക്ക് അത് കിട്ടുമ്പോഴാണ് നമുക്ക് എപ്പോഴും അത് ഇങ്ങനെ വളരെ ജനകീയമായിട്ട് അത് എല്ലാവർക്കും നമുക്ക് അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞാൽ അത് മലയാള സിനിമയ്ക്കും നമ്മൾ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന തരത്തിലുള്ളൊരു വലിയ അംഗീകാരമാണ്. അതിൽ നമുക്കെല്ലാം വലിയ സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും അതിനെ അഭിമാനിക്കുന്നുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള അംഗീകാരങ്ങളൊക്കെ തേടിയെത്തട്ടെ ആശംസിക്കുന്നു. മറ്റൊരു വിഷയം കൂടെ സംസാരിക്കോ? മറ്റേ മാങ്കൂട്ടൽ വിഷയത്തിലൊരു സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പം അങ്ങനത്തെ പ്രതികരണം ശരിയല്ല പറഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തക പോസ്റ്റ് ഇട്ടിരുന്നു. ശ്രദ്ധപ്പെട്ടിരുന്നു അത്? ഞാൻ അറിഞ്ഞു. ഞാൻ ഇതിന്റെ വിദേശത്തായിരുന്നു. അവിടെ വന്നപ്പോഴാണ് കാണുകയൊക്കെ ചെയ്തിരുന്നത്. ചോദ്യം നിങ്ങൾ മൈക്ക് ചോദിക്കും. ഞാൻ ആ പ്രതികരണത്തിലും ചോദ്യത്തിന്റെ ഓഡിയോ ഇല്ലാത്തതിന്റെ കുഴപ്പമുണ്ട്. ഈ ചോദ്യം മൈക്ക് ചോദിച്ചാൽ ഉത്തരം പറയാം. എന്നാ കേറാം. അതെ.